ഇന്ന് ഞായറാഴ്ച രാവിലെ 2025 ആണ്ട് മെയ് മാസം 11 ഞായറാഴ്ച തോറും നാം നടത്തി വരാറുള്ള അല്ലെങ്കിൽ പങ്കിടാറുള്ള ധ്യാന പരമ്പരയിലേക്ക് ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളും. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് കേന്ദ്രബിന്ദുവായി എൻ്റെ മനസ്സിൽ വരുന്നത് യേശുവിൻ്റെ ഒരു പ്രസ്താവനയാണ്. നിങ്ങൾ അനീതിയെ അല്ലെങ്കിൽ അധർമ്മത്തെ, യേശു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ, തിന്മയെ ഈവിൾ, തിന്മയെ എതിർക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? നന്മ കൊണ്ട് തിന്മയെ അതിജീവിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന വളരെ ശ്രദ്ധേയമായ ഉത്ബോധനം. അത് എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായി തെളിഞ്ഞു വരുവാൻ കാരണം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ രാത്രിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലുണ്ടായി എന്ന വാർത്ത വന്നു. എന്നാൽ ആ വാർത്ത വന്നതിന് ഏറെ താമസിയാതെ വെടിനിർത്തൽ ലംഘനവും ആരംഭിച്ചു കഴിഞ്ഞു. വെടിനിർത്തി, പക്ഷേ നിർത്തിയില്ല എന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. ഇനിയും അടുത്ത മണിക്കൂറുകൾ, ഏതാനും ദിവസങ്ങൾ നിർണായകരമാണ്. എന്തും സംഭവിക്കാം. ഈ ഒരവസ്ഥയിലായിരിക്കുമ്പോൾ മനുഷ്യ അവസ്ഥയുടെ സത്യമെന്ത് എന്ന് നമ്മെ വിളിച്ചറിയിക്കുന്ന ചില സാഹചര്യങ്ങൾ നാം അറിയാതെ തന്നെ ഉടലെടുക്കുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒരന്വേഷണ ബുദ്ധിയോടെ ലോക യാഥാർത്ഥ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നത് ഉചിതമായിരിക്കും എന്ന ചിന്തയിലാണ് ഈ വീഡിയോ ഞാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ ചിന്തയിൽ കുടിയിരിക്കുന്ന സങ്കല്പത്തിന് ഘടകവിരുദ്ധമായ ഉത്ബോധനമാണ് യേശു നൽകുന്നത്. തിന്മയെ സർവ ആയുധവും ഉപയോഗിച്ച് ചെറുക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യണം. ഒരു വിധത്തിലും തിന്മയുമായി ഒരു സന്ധി ഉണ്ടാകരുത്. സന്ധിയില്ലാത്ത സമരം നടത്തണം. തിന്മയെ ഉന്മൂലനാശം ചെയ്യുന്നതിന് ഏത് മാർഗവും സ്വീകരിക്കുന്നത് ഉചിതമാണ് എന്നുള്ള ഒരു ധാരണയിലാണ് ലോകം എക്കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ സതുദ്ദേശത്തോടുകൂടെ തന്നെയാണ് തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുവാനായി ഏവരും കളത്തിലിറങ്ങുന്നത്. അങ്ങനെ യുദ്ധം ചെയ്യാനായി കളത്തിലിറങ്ങുന്ന എല്ലാ ആളുകളും അവകാശപ്പെടുന്നത് അവരുടേത് ധർമ്മയുദ്ധമാണ്. അവർ ആരെ ചെറുക്കുന്നുവോ അവർ അധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങളാണ്. അപ്പോൾ ഇത് ഒരു കുരുക്ഷേത്രയാണ്. ഈ ലോകം ഒരു കുരുക്ഷേത്രയാണ്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള അനിവാര്യമായ സംഘർഷം, ഏറ്റുമുട്ടൽ. അതിൽ ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പോരാടുക എന്നത് ഓരോ വ്യക്തിയുടെയും പരിപാവനമായ കടമയാണ് എന്ന ധാരണയാണ് ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായി യേശു പറയുന്നു, നിങ്ങൾ തിന്മയെ എതിർക്കുകയേ അരുത്. എന്നാൽ അതേസമയം തന്നെ തിന്മ ഇല്ല എന്ന് നടിക്കുകയും അരുത്. കാരണം ലോക യാഥാർത്ഥ്യങ്ങളോട് കണ്ണടയ്ക്കുക മനുഷ്യൻ്റെ അന്തസ്സിന് പറ്റിയ പരിപാടിയല്ല, മനുഷ്യൻ്റെ കർത്തവ്യബോധത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ അധർമ്മമുണ്ട്, യാതൊരു സംശയവുമില്ല. ഈ ലോകം തിന്മകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനോട് എപ്രകാരമാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെപ്പറ്റി നിങ്ങൾ സൂക്ഷ്മമായി ഒരു ധാരണയിലെത്തണം. അതിന് സഹായകമായി യേശു പറയുന്നത്, നിങ്ങൾ തിന്മയെ എതിർക്കരുത്. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് യേശു നൽകുന്നത്. ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. ഒന്ന്, തിന്മയെ എതിർക്കരുത്. അതേസമയം തന്നെ തിന്മയെ അവഗണിക്കരുത്. രണ്ടും കൂടെ ചേർത്ത് പരിഗണിച്ചെങ്കിൽ മാത്രമേ യേശുവിൻ്റെ ദർശനത്തെ അതിൻ്റെ ഏതാണ്ട് പൂർണ്ണതയിൽ നമുക്ക് ഒരു പരിധി വരെയെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തിന്മയെ എതിർക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഭീരുത്വമാകും.
തിന്മയെ എതിർക്കണം. അത് ഏത് മാർഗമെടുത്ത് എതിർക്കണമെന്ന് പറയുമ്പോൾ ഒന്നിൽ രാഷ്ട്രീയക്കാരാകും, അല്ലെങ്കിൽ സൈനികരാകും. ലൗകികമായി ചിന്തിച്ച് നല്ല ഉദ്ദേശത്തോടു കൂടെ തന്നെ, യാതൊരു സംശയമില്ല, പ്രവർത്തിക്കുകയുമെന്നാൽ സർവശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിച്ചിട്ടും ഫലം ശൂന്യമാണ് എന്ന അവസ്ഥയിൽ കഴിഞ്ഞ ഏതാണ്ട് 4000-5000 മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ എപ്പോഴും നമുക്ക് കാണാവുന്ന ഒരു സത്യം ഇത് തന്നെയാണ്. വലിയ വലിയ സാഹസികതയോടെ, വലിയ സാക്രിഫിഷ്യൽ സ്പിരിറ്റോടുകൂടെ തന്നെ സർവശക്തിയും ഉപയോഗിച്ച് തിന്മയ്ക്കെതിരെ എത്രയോ ആളുകൾ സംഘടിതമായി പോരാടിയിട്ടുള്ളതാണ്, എത്രയോ ദീർഘത്തിൽ പോരാടിയിട്ടുള്ളതാണ്, എത്രയോ കോടികൾ ജീവൻ ഒടുക്കിയിട്ടുള്ളതാണ്. പക്ഷേ തിന്മ വളരുകയല്ലാതെ തളരുന്നതായി നാം കണ്ടിട്ടില്ല. അതുകൊണ്ട് തിന്മയെ ചെറുത്ത് അതിനെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ചരിത്രത്തിൽ നാളിതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ഈ ഒരു നിലപാടിന് ചരിത്രപരമായ വലിയ വലിയ ഒരു പ്രസക്തിയുണ്ട് എന്ന് ഞാൻ ഈ സമയത്തൊന്ന് സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, തിന്മയെ ചെറുക്കുന്നത് കൊണ്ട്, തിന്മയ്ക്ക് എതിരെ യുദ്ധം ചെയ്യുന്നത് കൊണ്ട്, തിന്മയ്ക്കെതിരെ ആക്രോശിക്കുന്നത് കൊണ്ട്, തിന്മയ്ക്കെതിരെ നമ്മുടെ ടെലിവിഷൻ ചാനലുകളെ വീരന്മാരായ മീഡിയ വിദഗ്ധന്മാരിൽ നിന്ന് വലിയ ശബ്ദത്തിൽ ഗർജിക്കുന്നത് കൊണ്ട്, പല റിട്ടയർഡ് ആർമി ജനറൽസിനെയും കൊണ്ടുവന്ന് അവരുടെ ടെക്നിക്കൽ നോളജ് വിളമ്പുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് നിങ്ങളുടെ സമയം ഒന്ന് കൊന്നു കിട്ടാനായിട്ട് സഹായിക്കുമെന്നല്ലാതെ ഇതിന് ഒരു ചില്ലിക്കാശിൻ്റെ വിലയില്ല, പ്രയോജനമില്ല എന്നത് ഇപ്പോഴെങ്കിലും നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. അപ്പോൾ തിന്മയെ ചെറുക്കരുത്. കാരണം തിന്മയെ നിങ്ങൾ ചെറുത്താൽ നിങ്ങൾ ആകെപ്പാടെ നേടുന്നത് തിന്മയ്ക്ക് കുറച്ചുകൂടെ വേരോട്ടം പ്രാപിപ്പാൻ സഹായിക്കും. തിന്മയുടെ പ്രസക്തിയിൽ കൂടുതൽ ആളുകൾ വിശ്വസിക്കാനിടയാകും. തിന്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും അജൈവമായ ശക്തി എന്ന തെറ്റിദ്ധാരണ ലോകത്തിൽ പടർത്തുവാൻ മാത്രം നിങ്ങൾക്ക് ഇടയാകും എന്ന ഒരു താക്കീതാണ് യേശുവിടെ നൽകുന്നത്. ഇത് ചരിത്രപരമായി നാം പരിഗണിക്കുമ്പോൾ 100% ശരിയാണ് എന്ന് സമ്മതിക്കാതിരിക്കാൻ ആർക്കും തന്നെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അതേ സമയത്തിൽ നാം എന്താണ് ചെയ്യുന്നത്? ഈ സത്യം 1000 തവണ ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടിട്ടും ഈ മണ്ടത്തരത്തിൽ നിന്ന് മാറ്റി ചവിട്ടുവാൻ മനുഷ്യരാശിക്ക് കഴിയുന്നില്ല. അത് നമ്മുടെ നേട്ടമാണോ, കോട്ടമാണോ, വിജയമാണോ, പരാജയമാണോ എന്ന് നിങ്ങൾ ദയവായി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നാം ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം, ഭാരതം പാകിസ്ഥാൻ സംഘടിതമായി നടത്തുന്ന സായുധ തിന്മ, ആംഡ് ഈവിൾ, അത് ഒരു തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ പഹൽഗാമിൽ 26 പേരെ കൊന്നൊടുക്കിയത് പാകിസ്ഥാൻ ആർമിയുടെ അറിവോടും സഹായത്തോടും കൂടെ അല്ല എന്ന് വിശ്വസിക്കുന്ന ആരും തന്നെ പാകിസ്ഥാനിൽ പോലുമില്ല. ഇന്ത്യയിലെ കാര്യം പോട്ടെ. അപ്പോൾ അതൊരു തിന്മ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ന്യായമായും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു, ഈ ഭീകരപ്രവർത്തകരെ മാത്രമല്ല അവരെ സഹായിക്കുന്നവരെയും കൂടെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു ആവേശവും ഒരു പ്രത്യാശയും ഒരു ഉണർവും ഒരു ഉന്മേഷമൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ ചിന്തിച്ച് നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഈ തിന്മയെ ഒന്ന് കടിഞ്ഞാനിടുന്നതിൽ, അല്പമൊന്ന് നിയന്ത്രിക്കുന്നതിൽ ഒരു 5% വിജയം അല്ലെങ്കിൽ പുരോഗതി കൈവരിക്കാൻ ഈ ഒരു സാഹസികമായ പ്രതികരണത്തിൽ കൂടെ നമുക്ക് സാധിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? അങ്ങനെ കരുതുവാൻ പര്യാപ്തമായ സഹായിക്കുന്ന ഒരു അടിസ്ഥാനവും ഒരു ഗ്രൗണ്ടും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നന്നെ അന്വേഷിച്ചിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല എന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈ കാര്യം വ്യക്തമാണ്. തിന്മയെ എതിർത്ത്, തിന്മയെ പരാജയപ്പെടുത്തി, തിന്മരഹിതമായ ഒരു ലോകത്തിൽ മനുഷ്യർക്ക് വസിക്കാം എന്ന പ്രത്യാശ തികച്ചും അസ്ഥാനത്താണ്.
അതേസമയം തന്നെ നമ്മൾ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. യേശു പറയുന്നു തിന്മയെ എതിർക്കരുത്, അതേസമയം തന്നെ തിന്മയെ അവഗണിക്കരുത്. തിന്മ തന്നെയാണ്. തിന്മയെ തിന്മയായി തിരിച്ചറിയുവാനുള്ള കടമ എല്ലാവർക്കുമുണ്ട്. അതൊരു മതത്തിൻ്റെ കാര്യമല്ല, ഒരു ഭാഷയുടെയോ സംസ്കാരത്തിൻ്റെയോ മാത്രം കടമയല്ല. മനുഷ്യജാതിയുടെ ഏറ്റവും അടിത്തറയിൽ നിൽക്കുന്ന ഒരു കടമയാണ് തിന്മയെ തിന്മയായി തന്നെ തിരിച്ചറിയുക. പക്ഷേ അങ്ങനെ തിരിച്ചറിഞ്ഞ ശേഷം നാം എന്ത് ചെയ്യണം? തിന്മയെ അതിജീവിക്കണം. ഓവർകം ഈവിൾ, അതിജീവിക്കുക. ഈ ചെറുക്കുക എന്നതിൽ നിന്ന് അതിജീവിക്കുക എന്ന പുതിയ ലക്ഷ്യത്തിലേക്ക് മനുഷ്യജാതി പുരോഗമിക്കണം. അതിൻ്റെ പേരാണ് പുരോഗതി എന്നുള്ളത്. പക്ഷേ നാം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന പുരോഗതി എന്താണ്? തിന്മയെ ചെറുക്കാനായി നാം ഉപയോഗിക്കുന്ന ടെക്നോളജി, ദ ടെക്നോളജി ഓഫ് വയലൻസ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അന്ന ഹറൻറ്റ്, HANNAH ARENDT, ഹന്ന അറൻറ്റ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി, അവർ ഒരു ജർമ്മൻ ജ്യൂ ആയിരുന്നു. ഹിറ്റ്ലറുടെ കാലത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് അമേരിക്കയിൽ ചെന്നു. ഒരു സുപ്രസിദ്ധ ഗ്രന്ഥകർത്താവും ചിന്തകയുമായി അവർ ഉയർന്നു. അവരുടെ ഒരു ചെറിയ പുസ്തകമുണ്ട്, ഓൺ വയലൻസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അത് നിങ്ങൾക്ക് നെറ്റിൽ നിന്നെടുത്ത് വായിക്കാവുന്നതാണ്. അതിലവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അക്രമം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ടെക്നോളജിയാണ്. ദ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ഓഫ് വയലൻസ് ഈസ് ടെക്നോളജി എന്നവർ പറയുന്നു. അതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പോൾ നാം ഇപ്പോൾ ആകെപ്പാടെ കണ്ടിരിക്കുന്നത്, ലോകത്തിൽ മുഴുവനും ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ തിന്മയെ ചെറുക്കുന്നതിൽ മനുഷ്യൻ കൈവരിക്കേണ്ട പുരോഗതി എന്താണ്? പ്രോഗ്രസ് എന്താണ്? ടെക്നോളജിയാണ്. യേശു പറയുന്നു അതൊരു വലിയ മണ്ടത്തരമാണ്, ഒരു വലിയ മണ്ടത്തരമാണ്. ടെക്നോളജി കൊണ്ട് നിങ്ങൾക്ക് തിന്മയെ ഒരു കാലത്തും കീഴടക്കാൻ സാധ്യമല്ല. വാസ്തവത്തിൽ ഇപ്പോൾ ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ തൽക്കാലമായി ഉപസംഹരിക്കുന്നു എന്ന് പറയുന്ന യുദ്ധം, അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യം, അത് രണ്ട് ടെക്നോളജികൾ തമ്മിലുള്ള യുദ്ധമാണ്. അമേരിക്കൻ ടെക്നോളജിയും ചൈനീസ് ടെക്നോളജിയും തമ്മിലുള്ള യുദ്ധമാണിത്. അത് ഇന്ത്യക്കാരും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമല്ലത്. ഇത് അമേരിക്കൻ ടെക്നോളജിയും ചൈനീസ് ടെക്നോളജിയും തമ്മിലുള്ള യുദ്ധമാണ്. ഇത് ആരുടെ ടെക്നോളജിയാണ് സുപ്പീരിയർ എന്നാണ് തെളിയിക്കപ്പെടേണ്ടത്. അങ്ങനെ തെളിയിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് കോടികൾ കൊയ്യാനായി മറ്റെവിടെയോ ആളുകൾ കാത്തിരിപ്പുണ്ട്. അതിൽ തന്നെ വിഷയമാണ്. ഞാൻ കൂടുതലായി അങ്ങോട്ട് പ്രവേശിച്ചാൽ സമയം കൈവിട്ടു പോകും. അപ്പോൾ നാം വളരെ വളരെ അടിസ്ഥാനപരമായി തിരിച്ചറിയുന്ന ഒരു കാര്യം, തിന്മയോടുള്ള നമ്മുടെ പ്രതികരണത്തിൽ നമുക്ക് പുരോഗതി കൈവരിക്കേണ്ടത് ടെക്നോളജിയിലല്ല, പിന്നെ എന്താണ്? നമ്മുടെ മനുഷ്യത്വത്തിലാണ്. ഇതാണ് യേശുവിൻ്റെ പ്രസ്താവന. അത് നമുക്ക് സ്വീകാര്യമാണോ ഇല്ലയോ എന്നത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനിയും എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്? തിന്മയെ നന്മ കൊണ്ട് അതിജീവിപ്പീൻ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ടെക്നോളജിയുടെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ടെക്നോളജി ഞാൻ പറഞ്ഞു തരാം. അതെന്താണ്? തിന്മയേക്കാൾ ശക്തിയേറിയ മറ്റൊരു ഘടകത്തെ, മറ്റൊരു ശക്തിയെ ക്ഷമിക്കണം, ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അതിൻ്റെ പേര് നന്മ എന്നാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് എളിമയോടെ ചോദിക്കട്ടെ, നമ്മുടെ സങ്കല്പം എന്താണ്? തിന്മയ്ക്കാണോ ബലം, നന്മയ്ക്കാണോ ബലം? നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്, നാം ആർജിച്ചിരിക്കുന്ന സങ്കല്പങ്ങളിൽ നന്മ ബലഹീനവും തിന്മ വലിയ ശക്തിയേറിയതുമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തിന്മയ്ക്ക് മുൻപിൽ നന്മ എപ്പോഴും പരാജയപ്പെടും എന്ന ഒരു ധാരണയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഏത് സംസ്കാരത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് രാജ്യത്ത് വസിക്കുന്ന ആളാണെങ്കിലും നന്മ ബലഹീനവും തിന്മ വളരെ ശക്തിയേറിയതുമാണ് എന്ന സങ്കല്പത്തിൽ മാത്രമാണ് ലോകത്തിലെല്ലാവരും ചിന്തിക്കുന്നത്. ആ ചിന്തയിലാണ് പ്രശ്നങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്നാരും തിരിച്ചറിയുന്നില്ല എന്നാണ് യേശു പറയുന്നത്.
ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഈ ലോകത്തിൽ മനുഷ്യ സങ്കല്പങ്ങളിൽ നന്മ ബലഹീനവും തിന്മ മാത്രം ശക്തിയേറിയതുമാണ് എന്ന ഈ തെറ്റിദ്ധാരണ മനുഷ്യ ചിന്തയെ, മനുഷ്യ കാഴ്ചപ്പാടിനെ അടക്കി ഭരിക്കുന്നുവോ ആ കാലമത്രയും ഈ ലോകത്തിൽ സമാധാനവും നീതിയും സാഹോദര്യവും സ്ഥിരമായ അടിത്തറയിൽ നിലനിൽക്കയില്ല എന്നത് ചരിത്രം ആവർത്തിച്ച് നമ്മെ അറിയിക്കുന്ന അടിസ്ഥാന സത്യമാണ്. എങ്കിലും അത് തിരിച്ചറിയുവാനുള്ള ആത്മീയമായ തൻ്റെ ഇടം നമുക്കില്ല. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, നിങ്ങൾ ലോക ചരിത്രം അരിച്ചു പെറുക്കി വായിച്ചു നോക്കുവിൻ. അതിലേതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിന്മയെ ടെക്നോളജി കൊണ്ട് കീഴടക്കിയതായി നിങ്ങൾക്ക് കാണിക്കാം. തിന്മയുടെ ഒരു മുഖത്തെ അല്പം വിരൂപമാക്കുമ്പോൾ തിന്മയുടെ 10 മുഖങ്ങൾ അപ്പുറത്തുണ്ടാകുകയാണ്. അതുകൊണ്ട് രാവണൻ എന്ന സങ്കല്പം ഭാരത ദർശനത്തിലുണ്ടായത്. രാവണന് 10 തലയാണ്. നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ നമ്മുടെ സമീപനത്തിൽ രാവണൻ്റെ ഒരു തല മാത്രമേ നാം നോക്കുന്നുള്ളൂ. എന്നാൽ നാം കാണാതെ പോകുന്ന, നാം അവഗണിക്കുന്ന 9 തലകളുണ്ട്, 9 ഹെഡ്സ്. അത് യേശു വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കാം. ഈ തിന്മ എന്ന് പറയുന്ന സങ്കല്പം അതിനെ നാം രാവണനായി കാണുന്നു. അതിൻ്റെ പൂർണ്ണത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ നീ യുദ്ധത്തിനിറങ്ങുന്നത്? അങ്ങനെ അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിയാൽ നീ ഇപ്പോൾ അവലംബിക്കുന്ന ഈ ഒരു തന്ത്രം, ഈ ഒരു സമീപനം തികച്ചും അപൂർണവും അപ്രസക്തവും ആണ് എന്നും നിൻ്റെ ഈ സമീപനം അസ്ഥാനത്താണ് എന്നും, അതുകൊണ്ട് നീ ഏതുദ്ദേശത്തോടുകൂടെ ഇറങ്ങിത്തിരിക്കുന്നുവോ അത് പ്രാപിക്കുന്നതിൽ നീ നിശ്ചയമായും 100% പരാജയപ്പെടുമെന്നും നിനക്ക് ബോധ്യമായി തീരും. അപ്പോൾ തിന്മയെ നന്മ കൊണ്ട് അതിജീവിക്കുക എന്ന് പറയുമ്പോൾ ഈ നന്മ എന്താണ്? നന്മ എന്നത് സത്യമാണ്, സ്നേഹമാണ്, നീതിയാണ്, കരുണയാണ്. അതിൻ്റെയൊക്കെ ഉറവിടം എന്താണ്? എല്ലാവരും ഒരേ സ്രോതസ്സിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. നാം എല്ലാവരും ഒരേ പ്രകാശത്തിൻ്റെ പ്രകടനങ്ങളാണ്. വി ആർ ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സെയിം ലൈറ്റ്. അതിന് യൂണിവേഴ്സൽ കിൻഷിപ്പ് എന്ന് പറയും. സാർവലൗകികമായ സാഹോദര്യം. നാരായണ ഗുരുവിൻ്റെ ദർശനം അതായിരുന്നുവല്ലോ. എല്ലാവരും സാഹോദര്യത്തോടു കൂടെ വാഴുന്ന മാതൃകാ സ്ഥാനമായിരിക്കണം ഇത് എന്ന സങ്കല്പം. അത് ധൈര്യത്തോടുകൂടെ ലോക മനസാക്ഷിയുടെ മുൻപിൽ പ്രഖ്യാപിക്കുവാൻ ആത്മീയമായ ആധികാരികതയുള്ളൊരു നേതാവിന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. ട്രംപ് യുദ്ധം നിർത്തണമെന്ന് പറയും, പക്ഷേ തിന്മയെ അതിജീവിച്ചാൽ അമേരിക്കയ്ക്കും തട്ടുകേടാണ് എന്ന് ട്രംപും അദ്ദേഹത്തിൻ്റെ ടോയ്ലറ്റിൽ പോയിരുന്നെങ്കിലും പറയും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ലോകത്തിൽ സ്ഥാപിത താല്പര്യങ്ങൾ എപ്പോഴും ആശ്രയിക്കുന്നത് തിന്മയിൽ മാത്രമാണ്. അവരുടെ നന്മ മറ്റുള്ളവരുടെ തിന്മയാണ്, മറ്റുള്ളവരുടെ നന്മ അവർക്ക് തിന്മയാണ്. ഈ ഒരു ഉദാഹരണമായിട്ട് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. യുക്രൈൻ്റെ നന്മ റഷ്യയുടെ തിന്മയാണ്, അല്ലെങ്കിൽ സെലൻസ്കിയുടെ നന്മ പുട്ടിൻ്റെ തിന്മയാണ്. പുട്ടിൻ്റെ തിന്മ സെലൻസ്കിയുടെ നന്മയാണ്, അല്ലെങ്കിൽ പുട്ടിൻ്റെ തിന്മ സെലൻസ്കിയുടെ നന്മയാണ്. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. പാകിസ്ഥാൻ്റെ നന്മ നമ്മുടെ തിന്മയാണ്, നമ്മുടെ തിന്മ അവരുടെ നന്മയാണ്. ഇങ്ങനെ ഒരു വ്യവസ്ഥിതി നാം ഉണ്ടാക്കി വെച്ചു. എന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചു? മനുഷ്യ സാഹോദര്യം എന്ന അടിസ്ഥാന സങ്കല്പത്തെ നാം കുരുതി കഴിച്ചിട്ടാണ് ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലും ആർക്കും ഒരു കാലത്തും ഗുണം ചെയ്യാതെ എക്കാലത്തും മനുഷ്യനെ നരകതുല്യമായ അവസ്ഥയിലാക്കി വച്ചിരിക്കുന്ന ഈ പൈശാചിക സങ്കല്പം മനുഷ്യരാശിയുടെ നെറുകയിൽ കൊണ്ട് സ്ഥാപിച്ചു വച്ചിരിക്കുന്ന വ്യവസ്ഥിതി, അതാണ് തിന്മ. അപ്പോൾ തിന്മ എന്ന് പറയുന്നത് അത് ഏത് മനഃശാസ്ത്രത്തിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ ദർശനത്തിൽ മനുഷ്യരെ അലട്ടുന്നു അത് മനസ്സിലാക്കുകയും അതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഒരു സങ്കല്പത്തിലേക്ക്
നാം പ്രവേശിക്കുകയും അതിനുശേഷം മറ്റുള്ളവർ പ്രവേശിക്കുവാൻ വഴിയൊരുക്കുകയും ചെയ്യുന്ന ആ ഒരു സമീപനത്തിൽ കൂടെ അല്ലാതെ തിന്മയെ അതിജീവിക്കുവാൻ സാധ്യമല്ല. ഇപ്പം തിന്മ എന്ന് പറയുന്ന മർമ്മം, അതിനെ പരാജയപ്പെടുത്താൻ തിന്മയുടെ തന്നെ മർമ്മത്തെ പ്രയോഗിക്കുക എന്നത് ഭ്രാന്താണ്. ഒന്നാന്തരം ഭ്രാന്താണ്. ഏതെങ്കിലും ഒന്നിനെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിന് വ്യത്യസ്തമായൊരു മർമ്മം പ്രയോഗിക്കണം. ഇപ്പോൾ വെറുപ്പ് എന്ന മർമ്മം, അതിനെ കൂടുതൽ വെറുപ്പിൽ കൂടെ പരാജയപ്പെടുത്താൻ നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ആർക്കെങ്കിലും ജ്വരം വന്നു, ആ ജ്വരത്തിന് ചികിത്സയായിട്ട് കൂടുതൽ ജ്വരം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം അവനെ കൊണ്ട് കഴിപ്പിച്ചു, അല്ല അവനെ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ രോഗി മരിക്കുകയല്ലേ ചെയ്യുന്നത്. അതേ അവസ്ഥയിലല്ലേ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ തിന്മയെ ചെറുക്കരുത്. അത് വലിയ മണ്ടത്തരമാണ്, അത് ആത്മഹത്യക്ക് തുല്യമാണ്. നന്മ കൊണ്ട് തിന്മയെ അതിജീവിക്കും. അപ്പോൾ ഇതിൽ നന്മ എന്താണ്? സാഹോദര്യം എന്ന് പറയുന്ന സാർവലൗകികമായ സത്യമാണ്. എല്ലാവരും ഒന്നുപോലെ തന്നെയാണ്. എല്ലാവരും സഹോദരങ്ങളാണ്. യാതൊരു സംശയവും വേണ്ട. ഈ രാഷ്ട്രീയക്കാരെയും ഈ മിലിറ്ററി ഹോക്സിനെയും മാധ്യമഭ്രാന്തന്മാരെയും അങ്ങോട്ട് മാറ്റിവെച്ച് ഭാരതത്തിലെ ജനവും പാകിസ്ഥാനിലെ ജനങ്ങളും തമ്മിൽ നിർവിഘ്നം പരസ്പരമായ സഹവർത്തിത്വത്തിൽ അല്ലെങ്കിൽ സഹകരണത്തിൽ അല്ലെങ്കിൽ പരസ്പരമായ ബന്ധത്തിൽ കഴിയാനുള്ള ഒരു വാതിൽ തുറന്നാൽ വലിയ ആഹ്ലാദം അവിടെയും ഉണ്ടാകും, ഇവിടെയും ഉണ്ടാകും. ജനം അത് മാത്രമാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആ സാഹചര്യം ഉണ്ടാക്കാതെ 10 മിസൈൽ വിട്ടത് കൊണ്ടോ 100 ബോംബ് പൊട്ടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ 1000 ഡ്രോൺ വിട്ടത് കൊണ്ടോ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് ഈ 140 കോടി ജനങ്ങളെ ധരിപ്പിക്കുമ്പോൾ ഇത് കണ്ട് എൻ്റെ മനസ്സ് പുണ്ണായി പോവുകയാണ്. ഇതിൽ ആർക്കും യാതൊരു നേട്ടവും ഉണ്ടാകുകയില്ല എന്ന് മാത്രവുമല്ല, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. നാം തിന്മയെ തിന്മ കൊണ്ട് ചെറുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നാം എന്തിനെ ചെറുക്കുന്നുവോ അതുപോലെ നാം ആയിത്തീരും. വി ബിക്കം ദ ഈവിൾ വി റെസിസ്റ്റ്. നാം ഏത് തിന്മയാണ് ചെറുക്കുന്നത്, നാം ആ തിന്മയായിത്തീരും. ഇപ്പോൾ നിങ്ങൾ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ലോക മനുഷ്യജാതിയുടെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ, ലോകത്തിൻ്റെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ, സീൻ ഫ്രം ദി ഐ ഓഫ് ദ വേൾഡ്, പാകിസ്ഥാനും ഇന്ത്യയും ഇപ്പോൾ ഒരുപോലെ ആയില്ലേ? പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റാണ് എന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചത്തോളം നടന്ന മാമാങ്കത്തിൻ്റെ ഫലമായി ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു വെടിനിർത്തൽ പരിപാടിയിൽ കൂടെ എന്താണ് സംഭവിച്ചത്? പരസ്പരം വഴക്കുണ്ടാക്കുന്ന 2 കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചുന്നു, അള്ളുന്നു, മാന്തുന്നു, കടിക്കുന്നു, തൊഴിക്കുന്നു. അവരോട് ദൂരത്തം പറയുന്നു, വേണ്ട ഈ പരിപാടിയൊക്കെ നിർത്തി വീട്ടിൽ പോക്കൂ. ട്രംപ് എന്നാണ് ആശാൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ചെയ്തോളാവേ എന്നും പറഞ്ഞ് 2 പേരും നല്ല പിള്ള ചവഞ്ഞ് വീട്ടിൽ പോകുന്നു. ഈ ഒരു അവസ്ഥയിലല്ലേ നമ്മുടെ നേട്ടം എന്താണ്? ഈ ഒരു സാഹചര്യങ്ങൾ, ഈ ഒരു ഇടപെടൽ കൊണ്ട്, ഈ ഒരു പ്രതികരണം കൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ടെററിസം തുടച്ചു മാറ്റിയെന്ന് അവകാശപ്പെടുവാൻ അത്രമാത്രം ഭ്രാന്തുള്ളവരാണ് നാം. എത്ര ടെററിസ്റ്റിനെ കൊന്നെന്നാണ് പറയുന്നത്? അല്ല, 70 ടെററിസ്റ്റ് അല്ല, 7000 ടെററിസ്റ്റിനെ കൊന്നു കഴിഞ്ഞാൽ ടെററിസം അവസാനിക്കുമെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അതിനെന്തെങ്കിലും ബുദ്ധിയുണ്ടോ? മൊണ്ണകൾക്ക് പോലും വിശ്വസിക്കാൻ വയ്യാത്ത കാര്യമല്ലേ ഇത്? അതൊരു യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഗാസയിൽ എന്നേ സമാധാനം ഉണ്ടാകുമായിരുന്നുവല്ലോ. 1948 മുതൽ ഇന്ന് വരെ ടെററിസം കൊണ്ട് അവിടെ മരിച്ച ആളുകൾ, ടെററിസത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ നടത്തിയിട്ടുള്ള ഘോര യുദ്ധങ്ങൾ, അത് വിജയിച്ചത് ഗാസയിൽ എന്നേ സമാധാനം ഉണ്ടാകേണ്ടതല്ലേ? ഈ കഴിഞ്ഞ 17-18 മാസങ്ങളായി അവിടെ നടത്തുന്നിടത്തുള്ള വലിയ ഘോര യുദ്ധം, അതുകൊണ്ട് ടെററിസത്തെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് 1 ഇഞ്ച് അടുക്കുവാനായിട്ട് ഇസ്രയേൽ കഴിഞ്ഞിട്ടുണ്ടോ? അതുപോലെ ചെയ്യാൻ നമുക്ക് കഴിവുണ്ടോ? അങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പം അതുകൊണ്ട് ദയവായി യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതുവരെ പുലർത്തിക്കൊണ്ടുവന്ന ബന്ധം, അത്
സത്യത്തിൻ്റെയും നീതിയുടെയും മനുഷ്യത്വത്തിൻ്റെയും വെളിച്ചത്തിൽ പുനരവലോകനം ചെയ്യുകയും ഈ രണ്ട് രാജ്യങ്ങളിലെയും ജനം എല്ലാവരും മനുഷ്യരാണെന്നും പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ് മനുഷ്യത്വത്തിൻ്റെ സന്തോഷമെന്നും തിരിച്ചറിഞ്ഞിട്ട് ഈ വൈരാഗ്യത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും വഴി ഉപേക്ഷിച്ച് സഹകരണത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പാതയിലേക്ക് ഒന്ന് പുനഃസ്ഥാപിക്കപ്പെടുന്ന അവസ്ഥയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതല്ലാതെ പ്രതികാരത്തിൻ്റെ ടെക്നോളജി കൊണ്ട് ഭീകരപ്രവർത്തനം അടിച്ചമർത്തുകയും അതുകൊണ്ട് ഇനിയും കാശ്മീർ മാത്രമല്ല ഭാരതം മുഴുവനും സുസ്ഥിരമായി സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും വിശ്വസിക്കുവാനോ ഒരു നേരം പരിഗണിക്കാൻ പോലും അർഹതയുള്ളതല്ല. അങ്ങനെ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കാൻ പോകുന്നതുമില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ വെടിനിർത്തലിനെ പറ്റി ആശ്വസിക്കാമെങ്കിലും അത് സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥത്തിൽ ദുഃഖകരം തന്നെയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷ ശൂന്യമാണ്, പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതാണ് എന്ന എൻ്റെ ഒരു തോന്നൽ, ഒരു പ്രതീതി മാത്രം. അതൊരു വലിയ അഭിപ്രായമായിട്ടോ കട്ടായം പിടിക്കുന്ന ഒരു അറിവായിട്ടോ ഒന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു പ്രതീതി, അങ്ങനെ ഒരു തോന്നൽ ഈ സമയത്ത് ഞാനൊന്ന് അടയാളപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നത് തിന്മയെ എതിർത്ത് പരാജയപ്പെടുത്തി ഈ ലോകത്തിൽ സാമാന്യസ്ഥിതി സ്ഥാപിച്ച് മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കാമെന്ന പ്രത്യാശ 100% തെറ്റാണ്. അങ്ങനെ ഒരു കാലത്ത് സംഭവിച്ചിട്ടില്ല, ഇനി ഒരു കാലത്ത് സംഭവിക്കാൻ പോകുന്നില്ല. മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കണമെങ്കിൽ തിന്മയെ അതിജീവിക്കുന്ന മർമ്മത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ സംജാതമാകുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കണം. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഈ കാലത്ത് ആളുകൾ പുച്ഛിച്ച് തള്ളുമെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് അതിനെപ്പറ്റി മിണ്ടാതിരിക്കരുത് എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ കടമ ഇതാണ്. ചരിത്രം എന്നെ അറിയിക്കുന്ന സത്യങ്ങൾ ജനങ്ങളെ മുമ്പിൽ സമർപ്പിക്കുകയും അവരത് പരിഗണിക്കുമെന്ന പ്രത്യാശയിൽ നന്ദിയുള്ളവനായി ജീവിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, ഈ വഴി നമ്മുടെ വഴിയല്ല, ഇത് സമാധാനത്തിൻ്റെ വഴിയല്ല, ഇത് നഷ്ടത്തിൻ്റെയും നരകത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെ മരണത്തിൻ്റെയും വഴിയാണ്. ഇതുപേക്ഷിച്ച് പരസ്പര സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും വഴിയിലേക്ക് ഒന്ന് ദിശ മാറ്റി ചവിട്ടുവാൻ ഈ രണ്ട് രാജ്യങ്ങളെയും ഹതഭാഗ്യരാജനങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അത് ഈശ്വരനോടായിക്കൊള്ളട്ടെ, അള്ളാഹയോടായിക്കൊള്ളട്ടെ, ഖുദായോടായിക്കൊള്ളട്ടെ, ദൈവത്തോടായിക്കൊള്ളട്ടെ, റബ്ബിനോടായിക്കൊള്ളട്ടെ, അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.